നമസ്കാരം. കാഞ്ചിക്ക് കാമാക്ഷി, മധുരയ്ക്ക് മീനാക്ഷി, കാശിക്ക് വിശാലാക്ഷി എന്നതുപോലെ നെമിലിക്ക് ബാല എന്നൊരു വായ്മൊഴി ഭക്തന്മാർക്കിടയിലുണ്ട്. വീടെ കോവിലാക്കി വാണരുളുന്ന സിദ്ധന്മാരുടെ ഇഷ്ടദൈവമായ ശ്രീബാലയെപ്പറ്റി അറിഞ്ഞിരിക്കാം. ക്ഷേത്രം ശ്രീ ബാല ത്രിപുരസുന്ദരി ശ്രീ ബാലപീഠം. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ വേലൂർ ജില്ലയിൽ അരക്കോണത്തിനടുത്തുള്ള നെമിലി എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുരാണങ്ങളിൽ ശ്രീ ലളിതാ പരമേശ്വരിയുടെ പുത്രി എന്നറിയപ്പെടുന്ന ശ്രീ ബാല ത്രിപുരസുന്ദരിയാണ് ഇവിടെ മൂലവരായി കുടികൊള്ളുന്നത്. സത്യത്തിൽ ഇതൊരു ക്ഷേത്രമല്ല, ഇത് ബാലദേവിയുടെ ഇല്ലം, ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട് ദേവി തന്റെ വാസസ്ഥലമായി തെരഞ്ഞെടുത്ത് കുടികൊണ്ടതിനാൽ ഇവിടം ബാലപീഠം എന്നറിയപ്പെടുന്നു. ചൂണ്ടുവിരൽ അളവിലുള്ള ഇവിടെയുള്ള വിഗ്രഹം ലോകത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദൈവിക ശൈലികളിൽ തന്നെ ഏറ്റവും ചെറുതാണെന്നാണ് പറയുന്നത്. സിദ്ധന്മാരുടെ ഇഷ്ടദൈവമാണ് ബാല ത്രിപുരസുന്ദരി. വാലയമ്മൻ, വാലേത്തായ്, വാലേ പരമേശ്വരി എന്നിങ്ങനെ പല നാമങ്ങളിൽ തങ്ങളുടെ കവിതകളിൽ സിദ്ധപുരുഷന്മാർ പരാമർശിക്കുന്നത് ഈ ദേവിയെയാണ്. 9 വയസ്സുള്ള ബാലികയായാണ് പുരാണങ്ങളിൽ ശ്രീബാലയെക്കുറിച്ചുള്ള പരാമർശം. ബാല ത്രിപുരസുന്ദരി ദീക്ഷ വളരെ ഉയർന്ന തരത്തിലുള്ളതാണെന്നും സിദ്ധന്മാർക്കും ഋഷീശ്വരന്മാർക്കും യോഗികൾക്കുമാണ് അത് സിദ്ധിച്ചിരുന്നതെന്നും അഭിപ്രായമുണ്ട്. ഇളം പെൺകുട്ടിയുടെ ചപലതകളോടെ സിദ്ധന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടും അല്ലാതെയും പല അപൂർവ മൂലിക രഹസ്യങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തത് ബാല ത്രിപുരസുന്ദരിയാണെന്നും വിവരങ്ങളുണ്ട്. കരൂരാർ സിദ്ധർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച കവിതയിൽ ഈ പ്രദേശത്തിന്റെ രൂപരേഖ ഉള്ളതായി പറയപ്പെടുന്നു. കരൂരാർ സിദ്ധർക്ക് ശ്രീബാല ദർശനം കൊടുത്ത സ്ഥലമാണ് ഈ പ്രദേശം. 18 സിദ്ധന്മാരും ഇവിടെ ദേവിയെ പൂജിക്കുന്നു എന്നാണ് വിശ്വാസം. ശ്രീ ബാല ത്രിപുരസുന്ദരിയുടെ അവതാരത്തെക്കുറിച്ചുള്ള കഥ ഇപ്രകാരമാണ്. ശിവഭഗവാൻ കൈലാസത്തിൽ ആഴ്ന്ന ധ്യാനത്തിലിരിക്കെ ഭഗവാന്റെ മനസ്സിൽ കാമചിന്തകൾ സൃഷ്ടിക്കാൻ മന്മഥൻ തന്റെ പുഷ്പബാണത്തെ എഴുതു. ഭഗവാൻ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കി. ആ ഭസ്മത്തിൽ നിന്നും ബണ്ടാസുരൻ എന്ന അസുരൻ ഉദ്ഭവിച്ചു. അസാധാരണ ശക്തിയുള്ള അസുരൻ ദേവലോകത്തിന് ശല്യമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ശ്രീ ലളിത ത്രിപുരസുന്ദരി തന്റെ പടയോടൊപ്പം പോയി ബണ്ടാസുരനെ നിഗ്രഹിച്ചു. ബണ്ടാസുരന്റെ 30 പുത്രന്മാർ യുദ്ധത്തിന് സന്നദ്ധരായി വന്നു. ദേവി അവരെ വധിച്ചില്ല. ദേവി ലളിത പരമേശ്വരിയുടെ ശ്വാസത്തിൽ നിന്നും 9 വയസ്സുള്ള ശ്രീബാല അവതരിച്ചു. ദേവി തന്നെ ഇളം ബാലികയായി രൂപം മാറി എന്നും വിശ്വാസമുണ്ട്. ശ്രീബാല ബണ്ടാസുരന്റെ പുത്രന്മാരോട് യുദ്ധത്തിന് പോവുകയാണെന്ന് മാതാവ് ലളിതാംബികയെ അറിയിച്ചു. ദേവിയിൽ നിന്നും കവചവും ആയുധങ്ങളും സ്വീകരിച്ചുകൊണ്ട് ശ്രീബാല യുദ്ധത്തിന് പുറപ്പെട്ട് ബണ്ടാസുരന്റെ പുത്രന്മാരെ നശിപ്പിച്ച് തിരിച്ചു വന്ന് ദേവിയിൽ ഐക്യമായി എന്നതാണ് കഥ. ഇതേപ്പറ്റി ലളിതോപാഖ്യാനത്തിലും ബാലാംബിക ദശകത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും പരാമർശമുള്ളതായി പറയപ്പെടുന്നു. ബണ്ടപുത്രവധം ചെയ്തവൾ ബാല, ബാല ലീലാ വിനോദിനി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പരാമർശമുണ്ട്. ഇനി ശ്രീ ബാല ത്രിപുരസുന്ദരി ഇവിടെ കുടിയിരുന്ന കഥ ഇപ്രകാരം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേലൂർ ജില്ലയിൽ താങ്കി എന്ന ചെറുഗ്രാമത്തിൽ രാമസ്വാമി അയ്യർ എന്നൊരു രാജരാജേശ്വരി ദേവി ഉപാസകൻ ജീവിച്ചു വന്നിരുന്നു. ക്ഷേത്രത്തിൽ പൂജാരിയായി ദേവിയെ സേവിച്ചിരുന്ന അദ്ദേഹം കഷ്ടകാലം വന്നപ്പോൾ അതിനെ അതിജീവിക്കാനാവാതെ കുടുംബത്തോടൊപ്പം ഗ്രാമം വിട്ടുപോയി. കാൽനടയായി അരക്കോണത്തിനരികിലുള്ള നെമിലി എന്ന ഗ്രാമത്തിലെത്തിച്ചേർന്ന അവർ അവിടെ ഒരു സത്രം കണ്ട് ഒരു വാസസ്ഥലം ഒത്തുവരുന്നത് വരെ അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെയുള്ളവർ ഇവിടെ മോഹിനി എന്ന പിശാചിനി കുടിയൊരിക്കുന്നുണ്ട് എന്ന് അയ്യരെ ഉപദേശിച്ചെങ്കിലും ഈശ്വരഭക്തനായിരുന്ന അദ്ദേഹം അതൊന്നും ചെവിക്കൊണ്ടില്ല. പൊടി പിടിച്ച് ആരും ഉപയോഗിക്കാതെ കിടന്ന സത്രത്തെ അയ്യരും കുടുംബവും കഴുകി വൃത്തിയാക്കി. സന്ധ്യയായപ്പോൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച ശേഷം അത്താഴം കഴിച്ച് അവർ ഉറങ്ങാൻ കിടന്നു. പ്രഭാതമെത്തിയപ്പോൾ അയ്യരും കുടുംബവും ജീവനോടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഗ്രാമവാസികൾ അവർക്ക് ഏതോ ദൈവിക ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി ആ ഗ്രാമത്തിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. കാലങ്ങൾ കടന്നുപോയി. രാമസ്വാമി അയ്യരുടെ 2ാമത്തെ മകൻ സുബ്രഹ്മണ്യ അയ്യരുടെ സ്വപ്നത്തിൽ ഒരു നാൾ പച്ചവസ്ത്രമണിഞ്ഞ 9 വയസ്സുകാരി ബാലിക പ്രത്യക്ഷപ്പെട്ട് താൻ ലളിതാ ത്രിപുരസുന്ദരിയുടെ ആശീർവാദ പ്രകാരം കൊശസ്ഥലെ ആറ്റിലൂടെ ഒഴുകി വരുന്നുണ്ടെന്നും തന്നെ എടുത്തുകൊണ്ടുപോയി വീട്ടിൽ വെച്ച് പൂജിക്കാനും ഉത്തരവ് കൊടുത്തു. സന്തോഷത്തോടെ ഈ വിവരം കുറച്ച് നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് സുബ്രഹ്മണ്യ അയ്യർ കൊശസ്ഥലെ ആറ്റിലേക്ക് ഓടി. ആറ്റിലാണെങ്കിൽ കരകാണാത്ത വിധം വെള്ളം. അയ്യർ ആറ്റിലിറങ്ങി നിന്ന് വിഗ്രഹം തേടി. അന്നു മുഴുവനും ആറ്റിൽ തേടിയിട്ടും വിഗ്രഹം കിട്ടാത്തതിനാൽ സങ്കടപ്പെട്ട അയ്യരെ നാട്ടുകാർ സമാധാനിപ്പിച്ചു. പിറ്റേ ദിവസം അയ്യർ ഒറ്റയ്ക്ക് പോയി പരിശ്രമം ഉപേക്ഷിക്കാതെ വീണ്ടും ആറ്റിലിറങ്ങി വിഗ്രഹം തിരഞ്ഞു. അന്നും വിഗ്രഹം കിട്ടിയില്ല. 3-ാം ദിവസം നീലവാനവും അതിൽ പറക്കുന്ന പറവക്കൂട്ടങ്ങളും കണ്ട് അത് നല്ല ശകുനമായി കണക്കാക്കി അദ്ദേഹം വിശ്വാസത്തോടെ ആറ്റിൽ വിഗ്രഹം തിരഞ്ഞപ്പോൾ വിഗ്രഹം തനിയെ കൈകളിലേക്ക് വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. അയ്യർ ഭക്ത്യാദരപൂർവ്വം ചൂണ്ടുവിരൽ അളവിലുള്ള ബാലാവിഗ്രഹവും എടുത്ത് വീട്ടിലേക്ക് വന്നു. നവരാത്രി ആഘോഷങ്ങൾക്ക് കുറച്ചുനാൾ മാത്രം ബാക്കി. നാട്ടുകാർ ഈ വിവരം കേട്ടറിഞ്ഞ് ഓടിയെത്തി. നവരാത്രി 9 നാളും ദേവിക്ക് ഹോമം, പൂജ, അഭിഷേകം, അന്നദാനം, വസ്ത്രദാനം എന്നിവ നടത്തി. താൻ കുടിയേറിയ കുടിലിനെയും തന്നെ വണങ്ങിയ ഗ്രാമവാസികളെയും അഭിവൃദ്ധിയിലാക്കി ബാല പരമേശ്വരി. അങ്ങനെ സുബ്രഹ്മണ്യ അയ്യരുടെ ഇല്ലം ബാലപീഠമായി.
രാമസ്വാമി അയ്യരുടെ 4ാമത്തെ തലമുറയിലുള്ളവരാണ് ഇന്ന് ബാല ത്രിപുരസുന്ദരി ദേവിയുടെ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ബാലാപീഠം പരിപാലിക്കുന്നത്. ബാലാപീഠ അധികാരി എഴിൽമണി അയ്യർ 5000-ത്തിലധികം ഈശ്വര സ്തുതികൾ രചിച്ചിട്ടുള്ളയാളാണ്. അദ്ദേഹം ദേവിക്കായി ബാലാകവചം, ബാലാസുപ്രഭാതം രചിച്ചിട്ടുണ്ട്. പല പ്രശസ്ത ഗായകരും ഈ സന്നിധിയിൽ പാടിയിട്ടുണ്ട്. ഇവിടെ ആർക്കും വിചാരിക്കുന്ന മാത്രയിൽ പോയി ദേവിയെ ദർശിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആരെ ദർശിക്കണം എന്ന് ദേവി വിചാരിക്കുന്നുവോ അവർക്ക് ദേവി സമയം കൊടുത്ത് ദർശിക്കാൻ അനുമതി നൽകുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്രകാരം ദേവി അനുമതി കൊടുത്ത് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ എന്തുതന്നെയായാലും ദേവി അത് നടത്തി തന്നിരിക്കും എന്നതാണ് ഭക്തജന ഭാഷ്യം. ഇവിടെ പ്രാർത്ഥന നിറവേറിയാൽ ദേവിക്ക് ഇത് സമർപ്പിക്കാം, അത് സമർപ്പിക്കാം എന്നിങ്ങനെ ആരും നേർച്ച നേർന്നേക്കരുത് എന്നാണ് പറയുന്നത്. കാരണം ദേവി ആരോടും യാചിക്കുകയില്ല. ആരുടെയും സമ്പത്ത് ദേവിക്ക് വേണ്ടതാനും. അതിനാൽ ഭണ്ഡാരം പോലും അവിടെയില്ല എന്നാണ് പറയുന്നത്. തിരുമുരുക കൃപാനന്ദ വാര്യരടക്കം പല ദിവ്യന്മാരും ഇവിടം സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ബാലാവിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് കുറച്ചു നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂവെങ്കിലും രാജരാജേശ്വരി ഉപാസന 700 വർഷത്തിലധികമായി നടന്നു വരുന്നുണ്ട്. പ്രധാനമായും വിവാഹ തടസ്സം, സന്താന തടസ്സം, വിദ്യാ തടസ്സം, രോഗങ്ങൾ എന്നിവ മാറ്റുമെന്ന് വിശ്വാസമുള്ള ക്ഷേത്രമാണിത്. നെമിലി ഗ്രാമത്തിലെ ഒരു വീടിന്റെ ചെറിയൊരു ഇടനാഴിയിലൂടെ പ്രധാന സന്നിധിയിലെത്തിയാൽ മനോഹരമായ ഗർഭഗൃഹത്തിൽ ദേവി ശ്രീബാല ഏകദേശം 3 ഇഞ്ചിനകത്തുള്ള ചെറിയൊരു വിഗ്രഹമായി അനുഗ്രഹം ചൊരിയുന്നു. അടുത്തു തന്നെ രാജരാജേശ്വരി പ്രതിഷ്ഠയുമുണ്ട്. ദേവിയുടെ ഉത്സവമൂർത്തിക്ക് പട്ടുപാവാടയാണ് അണിയിക്കുന്നത്. ഉത്സവമൂർത്തി 4 കരങ്ങളോടെ കരങ്ങളിൽ ജപമാലയും പുസ്തകവും ഏന്തി 9 വയസ്സുള്ള ബാലികയായി അഭയവരദ മുദ്രയോടെയുള്ള പ്രതിഷ്ഠയാണ്. ദേവി ഇവിടെ കുട്ടിയുടെ രൂപത്തിലിരിക്കുന്നതിനാൽ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ചോക്ലേറ്റാണ് ഇവിടെ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത്. ഭക്തർ ആഗ്രഹിക്കുന്ന പക്ഷം ദേവിക്ക് ചോക്ലേറ്റ് സമർപ്പിക്കുകയും ആവാം. മാസത്തിലെ ആദ്യ ദിനങ്ങൾ, തൈ ആടിമാസ വെള്ളിയാഴ്ചകൾ, പുതുവർഷ ദിനങ്ങൾ, ഐപ്പശി പൂരനക്ഷത്രത്തിൽ ബാലാജയന്തി വിഴ, നവരാത്രി, ചിത്തിരത്തിരുവിഴ എന്നിവയും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. നവരാത്രി ഉത്സവത്തിന് ദേവി സരസ്വതിയായും മഹാലക്ഷ്മിയായും പാർവതിയായും വിവിധ അലങ്കാരങ്ങളിൽ ഭക്തർക്ക് ദർശനം തരുന്നു. ദേവി ലളിതാംബികയിൽ നിന്നും അവതരിച്ചവൾ ശ്രീബാല. ഈ ദേവിയുടെ മന്ത്രം ശ്രീവിദ്യ. ശ്രീ മുരുകൻ മാതാവിന്റെ ബന്ധമില്ലാതെ അവതരിച്ചതുപോലെ പിതാവിന്റെ ബന്ധമില്ലാതെ മാതാവിൽ നിന്നും അവതരിച്ച ദേവിയാണ് ശ്രീ ലളിതാംബികയുടെ ഓമനപുത്രി ശ്രീബാല ത്രിപുരസുന്ദരി. സദാ നവവർഷ എന്നൊരു നാമവും ദേവിക്കുണ്ട്. ഈ ദേവിയെ സന്ദർശിക്കാൻ ഭക്തർ നാനാസ്ഥലത്തു നിന്നും എത്തുന്നുണ്ട്. ശ്രീ ബാലാപീഠ നിർവാഹികൾ അടിക്കടി ആത്മീയ യാത്രകൾ ചെയ്യുന്നവരായതുകൊണ്ട് ക്ഷേത്രത്തിൽ അന്വേഷിച്ച ശേഷം ഇവിടെ എത്തുന്നത് ഉത്തമം. പൂജാ സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ അരക്കോണത്ത് നിന്ന് 16 കിലോമീറ്റർ, വേലൂരിൽ നിന്ന് 55 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അരക്കോണം, തിരുമാൽപ്പൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.